ശുദ്ധ അസംബന്ധമാണോ എന്നത് ഗോവിന്ദൻ മാഷ് തന്നെ തീരുമാനിക്കട്ടെ. പിന്നെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കോഴി മോഷണം പോയി എന്ന് പറഞ്ഞാൽ തലയിൽ തപ്പുന്ന അത് ഞാനല്ല എന്ന് പറയുന്നത് പോലെ സ്വരാജാണെന്ന് ഇപ്പോൾ ഗോവിന്ദൻ മാഷടക്കം സമ്മതിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പറയുന്നത് അന്ന് 2012 ഈ തിരുവനന്തപുരം സംസ്ഥാന സമ്മേളന സമയത്ത് ഈ വിവാദമുണ്ടായി, ഈ വിവാദ പരാമർശം, ഇത്തരത്തിലൊരു പരാമർശമേ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, അങ്ങ് ശുദ്ധ അസംബന്ധവും തോന്നിയവാസവുമാണ് പറയുന്നത്. അങ്ങ് ഈ പുസ്തകത്തിന് പ്രചാരം കിട്ടാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള ഓരോ പ്രചാരവേലകൾ അഴിച്ചിടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു വാസ്തവമുണ്ടോ? എനിക്ക് ഗോവിന്ദൻ മാഷുമായിട്ടൊരു വാദപ്രതിവാദത്തിന് താല്പര്യമല്ല. കാരണം അദ്ദേഹം ബഹുമാന്യനാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ആത്മീയ ബന്ധമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാലൊക്കെ അദ്ദേഹം പറയുന്നത് ചോദ്യം ചെയ്യാൻ പോലും ഞാൻ ശക്തനല്ല. പക്ഷേ ഒരു വസ്തുത മാത്രം ഞാനിവിടെ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ ശുദ്ധ അസംബന്ധവും തോന്നിയാസവും ഒക്കെയാണ് പറയുന്നതെന്നാണ്. ഞാനേതോ പുസ്തകം എഴുതി അവൻ്റെ പ്രചാരത്തിന് വേണ്ടി ആരുടെയോ കൂലിക്ക് വേണ്ടി നടത്തുന്ന സംസാരമായിട്ടാണ് സാക്ഷാൽ ഗോവിന്ദൻ മാഷ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല എന്നത് വസ്തുതയാണ്. പക്ഷെ എങ്ങനെ ഇല്ലാതായി എന്ന കാര്യം കൂടി അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. 2018 തൃശ്ശൂർ സമ്മേളനത്തിൽ നടക്കുമ്പോൾ അവൻ്റെ പാനൽ തയ്യാറാക്കുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ചിരിച്ച മുഖവുമായി പറഞ്ഞ ഒരു വാചകമുണ്ട്. കാരണം ഞങ്ങൾ ഇത്തവണ 80 വയസ്സ് കഴിഞ്ഞ ആളുകളെയൊക്കെ സംസ്ഥാന സമിതിയിൽ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പേര് വായിച്ചു. എൻ്റെ പേരാണ് ആദ്യത്തെ പേര്. ഞാൻ 1943 ജൂൺ 12 ജനിച്ചവനാണ്. അപ്പോൾ അന്ന് എനിക്ക് 74 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ 74 വയസ്സുകാരനായ എന്നെ 80 വയസ്സുകാരനായി ഒഴിവാക്കി. അതേസമയം അന്ന് 90-ലധികം പ്രായമുള്ള ഒന്നിലധികം ആളുകളെ, പേരൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരെ കൂടി എന്തിനാണ് വൃത്തികേട്, അവരെ കൂടി എന്തിനാണ് ജനങ്ങളുടെ ഇടയിൽ നാറ്റിക്കുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് നിർബന്ധമാണ് എങ്കിൽ അദ്ദേഹത്തിനും അറിയാവുന്ന ഒരു 3-4 സഹാക്കളുടെ പേര് ഞാൻ വിനീതമായി അറിയിക്കാം. അത് പരസ്യമായി വേണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് കോളേജിൽ പഠിച്ചിരുന്ന ഒരു നേതാവുണ്ട്. അദ്ദേഹം സഹകരണ രംഗത്തെ അതികായനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ പോലും സംസ്ഥാന സമിതിയിൽ നിലനിർത്തുകയും എന്നെ ഒഴിവാക്കുകയും, എന്നെ മാത്രമല്ല 64 വയസ്സ് മാത്രം പ്രായമുള്ള ആലപ്പുഴയിലെ CK സദാശിവനടക്കം ഉള്ള ആളുകളെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്തത് തോന്നിയവാസമാണോ അല്ല ഏതെങ്കിലും ശുദ്ധ അസംബന്ധമാണോ എന്നത് ഗോവിന്ദൻ മാഷ് തന്നെ തീരുമാനിക്കട്ടെ. പിന്നെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകനാണ്. എൻ്റെ പേരിൽ എന്തെങ്കിലും അഴിമതി ആക്ഷേപമോ സ്വജനപക്ഷപാതമോ സമ്പാദ്യമോ നടത്തി, പാർട്ടി ഉപയോഗിച്ച് നടത്തി എന്ന് പറഞ്ഞ ഒരു ആക്ഷേപം ഇന്നുവരെ വന്നിട്ടില്ല. ഇന്നുവരെ എൻ്റെ പേരിൽ അങ്ങനെ ഒരു നടപടിയും എടുത്തിട്ടില്ല. അപ്പോൾ ഈ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം എന്നെ മറ്റൊരു ഘടകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് മാത്രമാണ് സത്യം. അപ്പോൾ ഞാൻ പാർട്ടിയല്ല എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. പക്ഷേ നടപടിക്ക് വിധേയനായിട്ടല്ല ഞാൻ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നത്. അത് സ്വാഭാവികമായി പാർട്ടി
എന്നെ ഉൾക്കൊള്ളാത്തതുകൊണ്ട് ഞാൻ പാർട്ടിക്കെതിരായി പ്രവർത്തിക്കാനും പോയിട്ടില്ല. ഞാൻ പാർട്ടി വിശ്വാസിയാണ്. പാർട്ടി ഇപ്പോഴും അംഗീകരിക്കുന്നു. ഗോവിന്ദൻ മാഷ് പോലും അംഗീകരിക്കുന്നു. പക്ഷെ മാഷ് എന്നെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു തോന്നിയാസവും ശുദ്ധ അസംബന്ധവും പറയുന്ന ആളാണെന്ന് പറയുന്നത് യാതൊരു വസ്തുതയുള്ളതല്ല. ഈ 2012 തിരുവനന്തപുരത്ത് സമ്മേളനം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സ്വരാജ് എന്ന് പറഞ്ഞിട്ടില്ല. സ്വരാജ് എന്ന് പോലും ഞാൻ എൻ്റെ അഭിമുഖത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വരാജിനെ ഈ കോഴിമോഷണം പോയി എന്ന് പറഞ്ഞാൽ തലയിൽ തപ്പുന്ന അത് ഞാനല്ല എന്ന് പറയുന്നത് പോലെ സ്വരാജാണെന്ന് ഇപ്പോൾ ഗോവിന്ദൻ മാഷടക്കം സമ്മതിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം, ഗോവിന്ദൻ മാഷ് ഞാൻ പറഞ്ഞ അസംബന്ധമാണ്, ശുദ്ധ തോന്നിവാസമാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് മാത്രം പറയുകയാണ്. അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ സമാപന സമ്മേളനത്തിൽ ഈ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ സഖാവ് VS-ന്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു, മറുപടി പ്രസംഗം. ആ പ്രസംഗത്തിൽ കൃത്യമായി പേര് പറഞ്ഞിട്ടില്ല. ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഏത് ചാനലുകാരോട് ചോദിച്ചാലും അവർ അത് റീപ്ലൈ ചെയ്തു തരും. അത് കേട്ടു നോക്കിയിട്ട് ഞാനാണോ തോന്നിയാസം കാണിച്ചത് പിന്നെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പുസ്തകം എഴുതുന്നത് കാശ് സമ്പാദിക്കാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷേപം. ഞാൻ സഖാവ് P. കൃഷ്ണനെക്കുറിച്ച്, EMS-നെക്കുറിച്ച്, AKGയെക്കുറിച്ച്, നായനാരെക്കുറിച്ചൊക്കെ എഴുതി. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെ വളർന്നു എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ നാടകങ്ങൾ ആദ്യകാലത്ത് എഴുതിയത്. അപ്പോൾ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ എഴുതുന്നത് അത് ധനസമ്പാദനത്തിനുള്ള മാർഗമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ബാങ്ക് ബാലൻസും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കാൻ അങ്ങേക്ക് തരാം. ഒരു നയാ പൈസയെങ്കിലും 10 വർഷം MLA-യും 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതൊഴിച്ച് 1 സെന്റ് ഭൂമിയെങ്കിലും എനിക്ക് അധികം ഉണ്ടെങ്കിൽ, ഒരു 10 പൈസയെങ്കിലും എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് കാണിച്ചാൽ തീർച്ചയായും ഞാൻ അത് മുഴുവൻ പാർട്ടിക്ക് ബഹുജനങ്ങൾക്ക് സംഭാവന ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. അതുകൊണ്ട് ദയവായി എൻ്റെ മാന്യതയും എൻ്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യരുത് എന്ന് മാത്രം അങ്ങയോട് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം വേറൊന്നുകൊണ്ടല്ല, അങ്ങ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആ പദവിയോടുള്ള മാന്യത പുലർത്തണം എന്ന് മാത്രമാണ് അങ്ങയോട് എൻ്റെ ഒരു എളിയ അപേക്ഷ. ഞാൻ ഒരു കാരണവശാലും ഒരു തർക്കത്തിനോ കാര്യങ്ങൾക്കോ ഇല്ല. ഞാൻ ജീവചരിത്രം എഴുതിയത് VS-നോട് എനിക്കുള്ള അടുപ്പം. കാരണം ഞാൻ VS-നെ കുറിച്ച് മാത്രമല്ല, ആദ്യം എഴുതിയ ജീവചരിത്രം ഭഗത് സിംഗിനെ കുറിച്ചാണ്, പിന്നെ എഴുതിയത് ONV കുറുപ്പിനെ കുറിച്ചാണ്, ഇപ്പോൾ എഴുതി പൂർത്തിയാക്കിയത് കൊടുത്തത് VS-നെ കുറിച്ചാണ്. ഇനി എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ 1 വർഷം കൂടി ജീവിച്ചിരിക്കുമെങ്കിൽ P. ഗോവിന്ദപിള്ളയെക്കുറിച്ച് ഒരു ജീവചരിത്രം കൂടി എഴുതിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്നെ വ്യക്തിപരമായി സ്വാധീനിച്ച മഹാന്മാരായ വ്യക്തികളാണ് അവരെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ആ ജീവചരിത്രം എഴുതുന്നത്. അപ്പോൾ എൻ്റെ ധനസമ്പാദനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതാൻ എന്നോട് ആവശ്യപ്പെടുന്ന പ്രസാധകർക്ക് വേണ്ടിയോ അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയോ ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്തുന്നത് എൻ്റെ സ്വഭാവത്തിന് ചേർന്നതല്ല. പിന്നെ ഞാനൊരു വിനയപുരസ്സരം അറിയിക്കട്ടെ, സ്വരാജ് എൻ്റെ ഒരിക്കലും ഒരു ശത്രുവായിരുന്നില്ല. മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. പക്ഷേ ഞാൻ സ്വരാജിനെ കുറിച്ച് പറഞ്ഞുമില്ല. പക്ഷേ സ്വരാജാണിത് ചെയ്തതെന്ന് ഇപ്പോൾ താങ്കൾ കൂടി അംഗീകരിച്ച നിലയ്ക്ക് ഞാൻ മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്മേൽ ഇനിയൊരു ചർച്ചയ്ക്കും ഞാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ
താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി തിരുത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും അങ്ങ് ഏറ്റവും മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ആ പക്വതയോടുകൂടി മാന്യമായി ഒരു മറുപടിയും പ്രതികരണവും അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാലും അന്ന് ആ ഒരു സംഭവം ഉണ്ടായി, അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ അത് അങ്ങിപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അത് വേറൊന്നുണ്ടല്ല, ഞാൻ അവൻ്റെ തെളിവ് സഹിതം പറഞ്ഞല്ലോ. ആ പറഞ്ഞത് എനിക്ക് വല്ലാതെ വേദനിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ അഭിമുഖത്തിൽ VS-നോട് ഉള്ള അദമ്യമായ ബഹുമാനം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പോലും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കണമെന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുമ്പോൾ സാധാരണഗതിയിൽ ഡയസിൽ നിന്ന് ഒരു തിരുത്തലെങ്കിലും ഉണ്ടാവേണ്ടതാണ്. ആ ഡയസിൽ നിന്ന് തിരുത്തൽ പോലും ഉണ്ടാവാത്ത ധാർമ്മിക രോഷത്തിലാണ് ഞാൻ ഇത്രയും പറഞ്ഞു പോയത്. ആ വേദിയിൽ അങ്ങേപ്പോലുള്ളവർക്ക് അതിനൊരു ഒരു പ്രതിഷേധമോ ഒന്നും ആ സമയത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. അത് പാർട്ടി സമ്മേളനങ്ങളെന്ന് പറയുന്നത് ഒരാളിന് തുറന്ന് പാർട്ടിയെക്കുറിച്ച് പറയാനുള്ള അവസ്ഥയാണ്. അവന് തെളിവുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ തെളിവ് അവന് മിനിറ്റ്സാണ്. ആ പാർട്ടി മിനിറ്റ്സ് ഒരു കോടതിയിൽ പോലും പരസ്യമായി ജനങ്ങളെ കാണിക്കണം എന്ന് പറയാനുള്ള വിവരക്കേട് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ തെളിവ് ചോദിക്കുന്നില്ല. കാരണം അന്ന് ഈ സമ്മേളനങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തുന്ന മിനിറ്റ്സുണ്ട്. ആ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ അങ്ങനെ അത്ര ദുർവാശിയുണ്ടെങ്കിൽ അത് പരിശോധിക്കണം എന്ന് പറയാവുന്നതാണ്. പക്ഷെ പാർട്ടിയുടെ രേഖകളെന്നുള്ളത് വളരെ സ്വകാര്യ രേഖകളാണ്, രഹസ്യരേഖകളാണ്. അതൊന്നും ജനങ്ങളുടെ മുമ്പിലോ കോടതിയുടെ മുമ്പിലോ കാണിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഞാൻ അതിന് ആവശ്യപ്പെടുന്നില്ല. എൻ്റെ ഉത്തമ വിശ്വാസത്തിലും ഞാനൊരിക്കലും എനിക്ക് വ്യക്തിപരമായി ആരെയും അധിക്ഷേപിച്ചിട്ട്, കാരണം മറ്റൊരാളുടെ പേര് പറയേണ്ടി വന്നിട്ടില്ലല്ലോ, ഞാൻ തന്നെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഒരു പൊതു ആക്ഷേപം പറഞ്ഞപ്പോൾ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ, പാർട്ടിയിൽ സ്വരാജ് മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട്, അവരാരും ഇത് ഏറ്റുപിടിച്ചില്ല. സ്വരാജ് മാത്രം ഏറ്റുപിടിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് യുക്തിയുള്ള ആളുകൾ തീരുമാനിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ പാർട്ടി അംഗത്വമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സമ്മേളനത്തിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി 2018. അതിനുശേഷം എന്നെ മറ്റൊരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല. അത് എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചിട്ടോ അതുകൊണ്ട് എന്നെ കുഴപ്പങ്ങൾ കാണിച്ചു, അതുകൊണ്ട് താങ്കളെ ഒഴിവാക്കി എന്ന് പറഞ്ഞത് ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിന് പാർട്ടിയുടെ മിനിറ്റ്സ് പരിശോധിച്ചാൽ മനസ്സിലാവും. എന്നെക്കുറിച്ച് വേറെ ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു ആക്ഷേപം വന്നിട്ടില്ല.